ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്നാസ് കിച്ചൻ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കട്ട്ലെറ്റാണിത്. ഇത് നമുക്ക് ഉള്ളിയൊന്നും വഴറ്റാതെ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കട്ട്ലെറ്റ് ആട്ടോ. അപ്പോൾ ഞാനിത് ഉണ്ടാക്കി നോക്കിയപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കും ഇത് ബാച്ചിലർ ആണെങ്കിൽ പോലും ഉണ്ടാക്കാൻ പറ്റുന്ന ഈസി റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് റെസിപ്പി നോക്കാം. അപ്പോൾ ഞാനിതിന് വേണ്ടി കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കനൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ചിക്കൻ ഇല്ലെങ്കിലും വെജിറ്റബിൾ വെച്ച് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിലേക്ക് കുറച്ച് തൈര് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണോളം തൈര് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂൺ മുളക് പൊടി. ഇപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 200 ഗ്രാം ചിക്കനാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാലയുടെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തെടുത്ത ശേഷം ഒരു 20 മിനിറ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സമയമില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ എടുത്ത് ഉണ്ടാക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് ഞാൻ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചിക്കൻ ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നെയ്യ് തന്നെ വേണമെന്നില്ല കേട്ടോ, ഓയിൽ വെച്ചും ഇത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നെയ്യ് ഉണ്ടായതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തേ ഉള്ളൂ. ഇതൊന്ന് തവ ഗ്രിൽ ചെയ്തെടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഞാൻ മൊത്തം ചിക്കൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇതിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി, ഒന്ന് തൈരൊക്കെ നമ്മൾ ചേർത്ത് കൊടുത്തല്ലേ, അപ്പോൾ അതൊക്കെ ഒന്ന് ഇറങ്ങി ഒന്ന് വറ്റി വന്ന ശേഷം ഇതൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കണം. അപ്പോൾ അത് ഈ തവയിൽ തന്നെ ചെയ്തെടുത്താൽ മതി കേട്ടോ. നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലുള്ള വെള്ളം ഒന്ന് വറ്റി വരണം. അതിന് ശേഷം നമുക്ക് ഈ ചിക്കൻ ഒന്ന് പിച്ചി കീറിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ 2 ഫോർക്ക് വെച്ച് ഒന്ന് പിച്ചിയെടുത്താൽ മതി. അപ്പോൾ ഞാനിതൊന്ന് ഇതിൽ നിന്ന് മാറ്റിയെടുത്ത ശേഷം ഒന്ന് കീറിയെടുക്കാൻ പോവാണ്. കാരണം എൻ്റെ തവയിൽ ചിലപ്പോൾ ഫോർക്കിൻ്റെ ഈ വര വീഴും, അതുകൊണ്ട് തന്നെ. അപ്പോൾ ഞാനിതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഇതിലൊട്ടും വെള്ളമില്ല. വെള്ളം ഉണ്ടാവരുത്, കാരണം വെള്ളം ഉണ്ടായാൽ നമ്മളെ കട്ട്ലെറ്റൊക്കെ കുഴഞ്ഞ പോലെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാം വെള്ളം ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് കുറച്ച് ഒരു 3 മീഡിയം സൈസ് പൊട്ടാറ്റോ ആണ്. അപ്പോൾ ഞാനതൊന്ന് കട്ട് ചെയ്ത് ഉപ്പ് ചേർത്ത് പുഴുങ്ങിയെടുത്തതാണ്. ഇതൊന്ന് നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ ഇത് ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊന്ന് നന്നായിട്ട് ഉടയ്ക്കണം, പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ ചേർത്തിട്ടാക്കാം. അപ്പോൾ ഒരു മീഡിയം സൈസ് സവോള ഞാനതിലേക്ക് മുറിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് വഴറ്റ് ഒന്നും വേണ്ട, ഇങ്ങനെ തന്നെ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ കുറച്ച് പച്ചമുളക്, നിങ്ങൾക്ക് എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു പിടി മല്ലിയില കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചിക്കനും കൂടെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ നിറച്ച് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. കുറച്ച് റെഡ് ചില്ലി ക്രഷ് ചെയ്തതാണിത്, ചുവന്ന മുളക് ഇടിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് ഉടച്ചെടുക്കണം. ചിക്കനും അതുപോലെ ഈ പൊട്ടാറ്റോ ഒക്കെ ഒന്നിച്ച് മിക്സായി വരണം. പൊട്ടാറ്റോൻ്റെ പീസുകളായിട്ട് ഉണ്ടാവാൻ പാടില്ല കേട്ടോ. എല്ലാം നന്നായിട്ട് ഉടഞ്ഞിരിക്കണം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കൈകൊണ്ടാണ് ചെയ്യാൻ പറ്റുന്നത് എന്നുണ്ടെങ്കിൽ കൈകൊണ്ട് ചെയ്യുക. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലുണ്ട് കേട്ടോ. നമ്മൾ ചിക്കൻ തന്തൂരി മസാല പോലെയാണ് ഇതിന് ചേർത്ത് കൊടുത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ചിക്കനും കൂടെ ഇതിൽ ചേർത്ത് ഒന്ന് ഉടച്ചെടുക്കുമ്പോൾ തന്നെ നല്ല ഒരു സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ ഇനി കൈകൊണ്ട് ഇതുപോലെ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ പൊട്ടാറ്റോൻ്റെ കഷ്ണങ്ങളെല്ലാം ഉടഞ്ഞ് എല്ലാം ഒരു മിക്സായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉരുളകളാക്കി ഷേപ്പാക്കി എടുക്കുക. അപ്പോൾ ഞാനൊരു എഗ്ഗിൻ്റെ വൈറ്റാണ് എടുത്തത്. അപ്പോൾ ഇത് മോള് പൊട്ടിച്ചൊഴിച്ചു തന്നുകൊണ്ട് കുറച്ച് മഞ്ഞ ഇതിലേക്ക് മിക്സ് ആയിട്ടുണ്ട്. ഇപ്പം വെറുതെ ഇരിക്കുന്നതല്ലേ, അപ്പോൾ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാനൊക്കെ വരാറുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് വേണമെന്ന് ഈ കലക്കിയെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ 1 ടീസ്പൂൺ വെള്ളത്തിൽ ഒന്ന് ഈ കോൺഫ്ലോർ ആദ്യം തന്നെ ഒന്ന് പേസ്റ്റാക്കി എടുത്താൽ മതി. അതിനുശേഷം ഈ എഗ്ഗ് വൈറ്റിലേക്ക് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അതിങ്ങനെ ഇതുപോലെ കട്ട പിടിച്ചിരിക്കില്ല. അപ്പോൾ ഇത് ഇങ്ങനെ ആകുമ്പോൾ കുറച്ച് സമയം എടുക്കും കേട്ടോ കലക്കിയെടുക്കാൻ. അപ്പോൾ ഞാനിതൊന്ന് പെട്ടെന്ന് കലക്കിയെടുക്കട്ടെ. നമുക്ക് ഈ കട്ട്ലേറ്റിനുള്ള ഡോ ഒന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു പിടി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചുള്ള വലുപ്പവും സൈസും ഒക്കെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാനിപ്പോൾ റൗണ്ടിലാണ് ചെയ്തെടുക്കുന്നത്.
അപ്പോൾ ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് എഗ്ഗിൽ മുക്കിയെടുത്ത ശേഷം ഇതൊന്ന് തവയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. ഒരുപാട് ഓയിലൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് ഓയിൽ മാത്രം ഒഴിച്ചെടുത്തിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്യുന്ന പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. നമ്മൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു തന്തൂരി കട്ട്ലറ്റാണിത്. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, പറയാതെ വയ്യ, കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്ന പോലെ ഉള്ളി വഴറ്റണ്ട, അതുപോലെ ബ്രെഡ് ക്രംസിൽ മുക്കാനോ ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അതിൽ ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ചെറിയ തീയിലിട്ട് ചെയ്തെടുക്കുക. കാരണം നമ്മൾ മുട്ടയിൽ മാത്രം ഇത് മുക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ മറിച്ചിടുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ ഒരു ഭാഗം നന്നായിട്ടൊന്ന് കളറ് മാറിയെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് മറ്റേ ഭാഗവും ഒന്ന് നന്നായി കളറ് മാറ്റിയ ശേഷം അതിൽ നിന്ന് തിരിച്ചെടുക്കുക. പിന്നെ കുറേ നേരം മറിച്ചിട്ട് തിരിച്ചിട്ട് കളിക്കാൻ നിൽക്കരുത് കേട്ടോ. അപ്പോൾ ഇത് ചിലപ്പോൾ പൊട്ടിപ്പോവും, അതുകൊണ്ടാണ് പറയുന്നത്. ഇപ്പോൾ എൻ്റെ കട്ട്ലേറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഇതുപോലൊരു പാകത്തിന് ഇതിൽ നിന്ന് മാറ്റുവാണ്. നമ്മൾ കോൺഫ്ലോർ ചേർക്കുന്നത് അതിനാണ്. ഈ മുട്ട മാത്രമാകുമ്പോൾ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും ഇത്. അപ്പോൾ നമ്മൾ കുറച്ച് കോൺഫ്ലോറും കൂടെ ചേർക്കുമ്പോൾ അത് കുറച്ചുകൂടെ ഒന്ന് സ്റ്റിഫായിട്ട് നിൽക്കും, അതിന് വേണ്ടിയാണ്. അപ്പോൾ നമ്മുടെ ഗ്രിൽഡ് ചിക്കൻ കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു ഈസി റെസിപ്പിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സോടെ എന്നെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പോൾ അതിന് മുൻപായിട്ട് ഒരു കാര്യം കൂടെ പറയട്ടെ, എപ്പോഴും പറയുന്നത് തന്നെയാണ്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതിലുള്ള ബെല്ലൈക്കൺ വരുമ്പോൾ അതിലുള്ള 3 ഓപ്ഷൻ വരും. അതിൽ ഏറ്റവും മേലെയുള്ള ഓളൊന്നും കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഞാനിരുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷനും പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ജസ്നാസ് കിച്ചൻ.